ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വാരണാസി ഡേ 2 പാർട്ട് 1 കണ്ടു എന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ അന്ന് മോർണിംഗ് ഇറങ്ങി ഇങ്ങനെ കറങ്ങി നടന്ന് ഇപ്പം നല്ല ടാനൊക്കെ അടിച്ച് പല അമ്പലങ്ങളിലൊക്കെ കയറി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇതേ മണികർണിക ഘട്ടിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതായിരുന്നു നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഒരുപാട് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാൻ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ ആയിരുന്നു ഇത്. അങ്ങനെ ഞാനിപ്പം രണ്ടാമത്തെ ദിവസം പാർട്ട് 2 ആയിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ മണികർണിക ഘട്ട അല്ലെങ്കിൽ ഈ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സാണ്. പല സ്ഥലങ്ങളും, ഒരുപാട് അമ്പലങ്ങൾ, അതുപോലെ തന്നെ പല പല രീതിയിലുള്ള ആൾക്കാർ, മലയാളികളെ ഞങ്ങൾ കണ്ടു. പിന്നെ അവിടെ ഒരു മിസ്സിങ് എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മലയാളി ചേട്ടനെ മിസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ അമ്പലങ്ങളിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് പേരിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് കാശി ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാശി ടെമ്പിളിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ്. അതിലേക്ക് ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ. അപ്പം ഓരോ ഘട്ടുകളും നമ്മൾ കഴിഞ്ഞ് വന്നു. ഇനി ഇതിലേക്കിടെ നടന്ന് ആ കാണുന്ന ഒരു ബ്ലൂ ഇട്ടേക്കുന്ന അതിൻ്റെ സൈഡിലേക്കിടെയാണ് കേട്ടോ നമ്മൾ നടന്നിട്ട് മണികർണിക ഘട്ടിലേക്ക്, അതായത് ഡെഡ് ബോഡികൾ കത്തിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. അവിടെ ലേഡീസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് കാഴ്ചകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്നും കയറിയിട്ടില്ല, പക്ഷെ കണ്ട സമയം തന്നെ എനിക്ക് ഭയങ്കര ഫീലിങ്സാണ്. ഇപ്പോൾ രാത്രിയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. ഈ കാണുന്ന നീല കെട്ടിയിരിക്കുന്ന വഴി കൂടിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. അതിൻ്റെ അകത്തേക്ക് അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ഈ ഗംഗാ നദിയിൽ വന്ന് ബോഡി കൊണ്ട് കുളിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവിടെ, ഡെഡ് ബോഡീസ് കൊണ്ടുവന്നിട്ട് മുക്കുന്നുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. पूरा आदमी डेड बॉडी जल रहा है, डेड बॉडी बर्निंग. हाउ टू सी, देखने के लिए उधर है, ऊपर 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 जा रहा है. नहीं, ये देखा था ना ब्लू ब्लू, इसके बाद जाएंगे. ओ എങ്ങനെ, हाउ टू गो. ओ उधर, हाँ ठीक है. बोटिंग करना हो बोट से घुमाते हैं. हाँ, बोटिंग ओवर. എൻ്റെ ഹിന്ദി ഞാൻ അവിടെയാണ് കത്തിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ പശുവൊക്കെ നിൽക്കുന്നു, പശുവൊക്കെ അവിടെയുണ്ട്. ആ ഭാഗത്താണ് ബോഡി കത്തിക്കുന്നത്. അവിടെ നിറച്ചും ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ഏയ് ബാബു വേണ്ട, ഏയ് ബാബു. ഇവിടെ എല്ലാവർക്കും ബാബു കേട്ടോ. ഇവിടെയാണ് ഒറിജിനലായിട്ട് ബോഡി കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലം കേട്ടോ. ഈ സ്ഥലം മണികർണിക ഘട്ട്. അവരെന്താ എടുത്തിരുന്നു? അയ്യോ, ഞാൻ വിചാരിച്ചു ബോഡി ആയിരിക്കുന്നു. ആ വരുവാണേ. തിരക്ക് കണ്ടോ. ഇവിടെ എന്തൊക്കെയോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഒരു പേടിയൊക്കെ. ഇതേ ബോഡി കൊണ്ടുവന്നു, ഒരു ബോഡി കൊണ്ടുവന്നു, അവിടെ ഒരു ബോഡി കൊണ്ടുവന്നു. സോ ഇപ്പം ഈ കാണുന്നതാണ് മണികർണിക ഘട്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും. മരിച്ച ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കത്തിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് മുകളിലുള്ളത്. ഇവിടെ ഫുള്ള് ഇതുപോലത്തെ എന്തൊക്കെയോ ബോഡീസും അവരുടെ കത്തിക്കാനുള്ള ആൾക്കാരും എല്ലാവരും, JCB അടക്കമുണ്ട്, മണ്ണ് മാന്തി. ഇവിടെ പിന്നെ എന്തോ പണി നടക്കുന്നുണ്ട്, അത് വേറെ. ഈ കാണുന്ന സ്ഥലങ്ങളിലാണ്, അവിടെ കണ്ടോ വിറകൊക്കെ വെച്ചേക്കുന്നുണ്ടോ, പിന്നെ അവിടെ എരിയുന്നതുണ്ടോ, അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ബോഡിയും ഒരു ദിവസം ഇതുപോലെ ഒന്നെങ്കിൽ മണ്ണോട് മണ്ണാവും, അല്ലെന്നുണ്ടെങ്കിൽ കത്തി തീരേണ്ടതാണ്. അപ്പം ഒരുപാട് അഹങ്കാരമൊന്നുമില്ലാതെ ഇവിടെ വന്ന് കാണുമ്പോൾ എല്ലാവരുടെ അഹങ്കാരമൊക്കെ അങ്ങ് പോയി കിട്ടും. കാരണം നമ്മളും ഇതുപോലെ ആവേണ്ടതാണല്ലോ എന്ന് തോന്നിയിട്ട്. സോ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണിത്, മസ്റ്റ് വിസിറ്റഡ് പ്ലേസ്. കാരണം അത്രയും മനക്കെട്ടിയുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഇതൊക്കെ കാണാൻ പറ്റൂ. ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഒരു പയ്യനുണ്ട്, അവൻ വെറുതെ പറഞ്ഞു തല ഇറങ്ങുന്നു. അപ്പം പറഞ്ഞു തല ഇറങ്ങുന്നോ, ഗ്ലാസ് വെച്ചിട്ട് ഇല്ല,
വേറെ എന്തൊക്കെയോ അവന് വേറെ വയ്യായിക അപ്പോഴാണ് അറിയുന്നത് അവനെ പേടിച്ചിട്ടാണ്. നമുക്കൊന്ന് ഉള്ളോട്ട് കയറി നോക്കാം അല്ലേ. കത്തിക്കാൻ കൊണ്ടുപോവാ. ഇവിടെ നിറച്ചും വിറകൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കത്തിക്കാനുള്ള വിറകുകളാണ്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ കയറിയിട്ട് മുകളിലേക്ക് പോകണം. അതിൻ്റെ മുകളിലാണ് കത്തിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിലേക്കൂടെ പോവാണ്. ലേഡീസൊന്നും കാണുന്നില്ല, വളരെ 1-2 പേര് മാത്രമേ ഉള്ളൂ, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളായിട്ട് അവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ വിറകിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് കത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഭയങ്കര ഒരു വിൻറ്റേജ് ഫീലാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സും. ഇതൊക്കെ കുറേ പഴയതല്ലേ, അപ്പോൾ ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ കുറേ പൂജാ സാധനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. വിറകൊക്കെ ഒരു വാങ്ങിച്ചുകൊണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് നോക്കി, ആരെയും കാണുന്നില്ലായിരുന്നു. ഓരോ സൈഡിൽ നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. കുറേ വിറകുകളും പിന്നെ കുറച്ച് പൂജാ സാധനങ്ങളും കുറേ ആണുങ്ങളും മാത്രമല്ല, അതവിടെ വേറെ ആരുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്നില്ല മുകളിലേക്ക്, നമ്മുടെ കൂടെയുള്ള പയ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് എന്തെങ്കിലും ചെറിയ വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കാണാൻ ഞാൻ താഴെ നിന്ന് ഒരാൾ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൽ കാണുന്നത് ഒരു മുസ്ലിം പള്ളിയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു മുസ്ലിം പള്ളിയും ഉണ്ട്. അതിൻ്റെ എല്ലാം ഇടയ്ക്കാണ് പിന്നെ ഈ കാണുന്ന ഹിന്ദൂസിൻ്റെ കത്തിക്കണ സ്ഥലമെല്ലാം കൂടെ കേട്ടോ. അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ഒരു മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. 2 മതക്കാരും അവിടെയുണ്ട്, മുസ്ലിംസും ഉണ്ട് ഹിന്ദുസും ഉണ്ട്. ഇതിപ്പോൾ താഴെ കൊണ്ടുപോയിട്ട് ബോഡി കുളിപ്പിച്ചിട്ട് മുകളിലേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നിറച്ചും ആൾക്കാർ എന്തെന്നില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുക. ചിലവർ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നവരുണ്ട്. ചിലവരുടെ ഇത് ഉച്ചവരൂടെവരും കത്തിക്കുന്നത് കാണാൻ വേണ്ടി നോക്കുന്നവരുണ്ട്. ഇപ്പോൾ താഴേക്ക് ആ ബോഡി പോവുകയാണത്. താഴത്തെ ഗംഗാനദിയിൽ കൊണ്ടുപോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ബോഡി ഫുള്ള് കൊണ്ടുവന്നിട്ട് താഴെ ഗംഗാനദിയിൽ മുക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നത് കേട്ടോ. ഇതാണ് മുകളിലത്തെ അവസ്ഥ. ഇത് അവർ റീൽ ടൈപ്പിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഓരോ സ്ഥലത്തും ഇതുപോലെ ബോഡി കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലരുടെ കൈയും തലയൊക്കെ കാണാൻ പറ്റും. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ കൂടി സങ്കടമൊക്കെ ആയിപ്പോയി. അവരിതിനകത്ത് പോയി അടുത്ത് പോയിട്ട് കണ്ടതാണ് കേട്ടോ. ഗേൾസ് ആരും പോവില്ല കേട്ടോ. മുകളിൽ ഇത്രയും ബോഡികളുണ്ടാവും. കുറേ എണ്ണം കത്തിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ട്, കുറേ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ വരണം കേട്ടോ. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു കേട്ടോ. കാരണം അവിടെ ഭയങ്കര ബോഡിയൊക്കെ കൊണ്ടുവരുന്ന കണ്ടിട്ട് അവർ പറഞ്ഞു നമുക്ക് കാണാൻ പറ്റില്ല, ലേഡീസ് കാണാൻ പറ്റില്ല. ലേഡീസിന് കാണാം, കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്കത് താങ്ങില്ല എന്നാ പറഞ്ഞ്. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിരുന്നു കത്തിക്കുന്നതൊക്കെ. പക്ഷെ അവരെന്നെ പറഞ്ഞു നമുക്ക് പറ്റില്ലായിരിക്കാം, അതുകൊണ്ട് പോകണ്ടാണ്. ഇവിടെ ഈ കുഞ്ഞു സ്ഥലം, അതിലേക്കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് വരുമ്പോഴാണ് ഈ അമ്മമാരെയൊക്കെ എല്ലാം ഹട്ടുകളല്ലേ. നമുക്ക് ഇനിയിപ്പം നമ്മൾ പോകുന്നത് നേപ്പാളി മണികർണ ഘട്ട്, അത് കണ്ടു. മന്ദിർ പാലസ്. ഇതേ 5:30 ആയതുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് ഇരുട്ടായി. ആരതി കാണാൻ വേണ്ടിട്ട് പോവുകയാണ് നമ്മൾ. രാത്രിയാക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ലൈറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് ആരതി കാണാൻ വേണ്ടിയിട്ട് ദശാശ്വമേധ ഘട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കും കേട്ടോ. നമുക്ക് കുറിയും തൊട്ട് ഇങ്ങനെ ചന്ദനൊക്കെ തൊട്ട് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവരെനിക്കിങ്ങനെ കുറിയൊക്കെ തൊട്ട് ഇവർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, വേണമെങ്കിൽ ഇവർക്ക് 10 രൂപ 5 രൂപ എന്തെങ്കിലും വെറുതെ കൊടുത്താൽ മതി. അല്ലാത്ത ഞങ്ങളിലേക്ക് നടന്നു വന്നപ്പോഴത്തേക്കും മുഖത്തിട്ടത് അതൊക്കെ ഇവിടെ ഫുള്ള് ഇത് തന്നെ, ഒന്ന് തൂത്ത ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഫുൾ ലൈറ്റ് വന്നപ്പോ ഈ ഒരു അവസ്ഥയാട്ടോ. നല്ല ഭംഗിയുണ്ട്. ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. രാത്രിയായപ്പോ നല്ല തണുപ്പും തുടങ്ങി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നടക്കാനൊക്കെ ആയിട്ട്. മണി നാനി ബോട്ടിംഗ് ആരത്തി തുടങ്ങാനുള്ള സമയമായി. അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുക ആരത്തി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ അച്ഛാ നിങ്ങളെന്താണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? अपने स्वर्गीय पंडित अर्जुन मिश्रा जी, गुरु वीना सिंह, प्रोफेसर कुमकुमधर, डॉक्टर मीरा दीक्षित, प्रोफेसर पूर्णिमा पांडे जी. ഭാരതി സ്റ്റാർട്ട് ചെയ്തോന്ന് തോന്നുന്നു. എവിടെയാണോ എന്തോ അറിയത്തില്ല. ഇതിലെ പോവാൻ പറ്റില്ലേ? ഇത് ലോക്കാണ്. ഓ അവിടെയാ. അപ്പുറത്തോട്ടെങ്ങാണ്ട് പോണം. എവിടെയാണെന്നൊന്നും അറിയില്ല. जाना है बोट में क्या? पृथ्वी सन्दिरापः सन्दिरोपदयः सन्दिः वनस्पतयः सन्दिरेधि यतो यदः समीहसे ततो नो अभयं गुरो सन्नः गुरुप्रजाभ्यो भयं नः पशुभ्यः सुशान्तिर्भवतु. श्रीगणमहागणा Thank you.
लक्ष्मी प्रदात्री शंभो प्रदात्री शंभो गोविंद हरि गोपाल गोविंद Thank you.
तेरी दया से सोजन, तेरी कृपा से सोजन, शरणगति पाता। ओम जय ഒരു ഗംഗാജം ഒരു ബോട്ട് പഠിക്കണം. Guru Kripala
ദശാശ്വമേധ ഘട്ടിൽ 6:30 തുടങ്ങിയ ആരതി 7 വരെ കണ്ട് തിരിച്ചു പോവുകയാണ്. ഇതുപോലത്തെ കുറച്ച് അക്വോറിയസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളിതിനെയൊക്കെ കണ്ടു. അത് നിറച്ചും ദേഹം നിറച്ചും ഭസ്മൊക്കെ വാരി തേച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ. തിരിച്ച് ഞങ്ങളൊരു സൈക്കിൾ റിക്ഷയിലാണ് പോകുന്നത്. ഞാനും പിന്നെ അമലും അമലിൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട കേട്ടോ ഇവരെ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, നടക്കാൻ വയ്യ, കാല് ഭയങ്കര വേദന. രാവിലെ മുഴുവൻ നടക്കുന്നില്ല, ഇപ്പോൾ കാല് ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സൈക്കിൾ റിക്ഷ, ആ ചേട്ടനാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട കേട്ടോ സൈക്കിള് ചവിട്ടുന്നത്. എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പം ഇന്ന് ഡേ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി ടയേർഡായി, ഫോൺ ഏകദേശം സ്വിച്ച് ഓഫ് ആവാനായിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് പറയാൻ വേണ്ടി പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് കുറച്ച് ലോങ് ആയിപ്പോയി വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന് കുറേ നടന്നു, പല പല ഘട്ടുകളിൽ വന്നു. അത് കഴിഞ്ഞ് ബോഡി കത്തിക്കുന്ന ആദ്യത്തെ ഒരു സ്ഥലം കണ്ടു, പിന്നെ മണികർണ ഘട്ട് കണ്ടു. പിന്നെ അവിടെ നിന്ന് നേരെ ഇവിടെ ഇങ്ങനെ കയറി ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു. എല്ലാം കാണാൻ പറ്റിയ കുറേ സാധനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നേപ്പാൾ ടെമ്പിൾ ആൻഡ് അപ്പോഴത്തേക്ക് ലൈറ്റ് കൂടി വന്നല്ലോ. നേപ്പാൾ ടെമ്പിളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ സർ ഹായ് സാർ ഇവിടുത്തെ പോലീസാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് വന്ന് നോക്കിയതാണ്. ഓക്കെ, താങ്ക് യു സർ. സോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പോലീസ് വന്ന് നോക്കി. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും എടുക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി, പക്ഷേ അയാളെ ആ ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഓക്കെ, പിന്നെ അപ്പം നേപ്പാൾ ടെമ്പിൾ ഒരുപാട് കാണാനുണ്ട്, കാശി ടെമ്പിൾ ഒരുപാട് കാണാനുണ്ട്. അപ്പം നമ്മൾ നാളെ അത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പ്ലാനിങ് ഒന്നും അറിയത്തില്ല. ഇന്നത്തെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു, രാവിലെ ഇറങ്ങിയതാണ്, 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 6 മണി. ആരത്തിയും കൂടെ കഴിഞ്ഞു. നമ്മളിനി വിറ്റ് പോവാണ്. മറ്റൊരു വീഡിയോയിലൂടെ നാളത്തെ 3ാമത്തെ പാർട്ടിലൂടെ നമുക്ക് 3ഓ 4ഓ അറിയില്ല ഏത് പാർട്ടാണ് വരാൻ പോകുന്നത്. അതുവരെ നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.